ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ SCERTയിലുള്ള അടുത്തൊരു ഒരു ക്ലാസ് ആണ്. നമ്മൾ പുതിയ SCERT ഒരു സീരീസ് ആയിട്ട് തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. അപ്പൊ 7ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. 7ാം ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ് സുരക്ഷിത ഭക്ഷണം എന്നുള്ള ചാപ്റ്റർ, 10ാമത്തെ പാഠമാണ്. ആ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് 2 പാർട്ടായിട്ടായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാനലിൽ പുതിയ SCERTയുടെ വീഡിയോസ് ഒക്കെ തന്നെ ഒരു സീരീസ് ആയിട്ട്, ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും തീർച്ചയായിട്ടും പോയിട്ട് കാണുക. അതുപോലെ ഫിസിക്സിലെ ഗണിത പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൽ 2 ക്ലാസ്സുകൾ കഴിഞ്ഞു. അതും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സുരക്ഷിത ഭക്ഷണം എന്നുള്ള ചാപ്റ്റർ ആണ്. ആദ്യം തന്നെ ഈ ചാപ്റ്ററിന് തുടക്കത്തിൽ തന്നെ നല്ല കൊതിപ്പിക്കുന്ന കുറെ ഭക്ഷണ വിഭവങ്ങളാണ് കാണിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചും കൂടി വിശക്കും ഇത് കാണുമ്പോഴത്തേക്കും. അപ്പൊ പകുതിയിൽ ഇട്ടിട്ട് പോകരുത്, പൂർണ്ണമായിട്ടും ക്ലാസ് കാണുക. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കാറുണ്ട്, പല വെറൈറ്റി ടൈപ്പ് ഓഫ് ആഹാരം നമ്മൾ കഴിക്കാറുണ്ട്. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും സുരക്ഷിതമാണോ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണോ, നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ദോഷം ഈ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്നുണ്ടോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. കുറെ കുഞ്ഞു 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 പോയിന്റ്സ് ചേർന്നിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഒരുപാട് സ്കോപ്പുള്ള ഒരു ചാപ്റ്റർ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ചുറ്റും ഒരുപാട് പല തരത്തിലുള്ള വെറൈറ്റി ഫുഡ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇതെല്ലാം നമുക്ക് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ, നമുക്ക് ആഹാരം ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആഹാരം വേണം. പക്ഷെ നമ്മൾ ഇന്ന് കഴിക്കുന്ന എല്ലാ ഭക്ഷണവും നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് ആൻസർ, അല്ലേ? എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആദ്യം വായിക്കാനുള്ള ഒരു പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ഗുണമേന്മയില്ലാത്ത ഭക്ഷണ വിഭവങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു, അല്ലെ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഗുണമേന്മയില്ലാത്ത ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് തീർച്ചയായിട്ടും അത് ദോഷമായിട്ട് എന്ത് ചെയ്യും? ദോഷമായിട്ട് ബാധിക്കും. ഇനി നമ്മൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത് എന്നൊരു ചോദ്യമാണ് കൊടുത്തിരിക്കുന്നത്. എന്തിനായിരിക്കും നമ്മൾ ആഹാരം കഴിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിപ്പം ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു ടെക്സ്റ്റ് ആണ്. അപ്പം ആ കുട്ടി വളരുന്ന പ്രായമാണ്, അല്ലേ? അപ്പോൾ അവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്ക്. നമ്മൾ വളരുന്ന പ്രായത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഗ്രോത്ത് ഫേസ് ഉണ്ടല്ലോ, ഒരു നമ്മൾ വളർച്ചാഘട്ടവും ഉണ്ട്, വളർച്ചാഘട്ടം കഴിഞ്ഞിട്ടുള്ളൊരു കാലഘട്ടവും ഉണ്ട്. അപ്പൊ ഈ വളർച്ചാഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരം നല്ല രീതിയിൽ വളരണം എന്നുണ്ടെങ്കിൽ, ആരോഗ്യകരമായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ആഹാരം തീർച്ചയായിട്ടും കൂടിയേ തീരൂ, അല്ലെ? അപ്പൊ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്ക് ആഹാരം ആവശ്യമാണ്. ഇനി നമ്മളെല്ലാവരും, കുട്ടികളാണെങ്കിൽ പഠിക്കുന്നുണ്ട്, അവര് പഠിക്കുക എന്നുള്ളൊരു ജോലി ചെയ്യുന്നുണ്ട്. ബാക്കി മുതിർന്നവരാണെങ്കിൽ നമ്മൾ പലതരത്തിൽപ്പെട്ട ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും, നമുക്ക് എഴുന്നേറ്റിരിക്കണമെങ്കിൽ പോലും ഒരു എനർജി വേണം, ഒരു ഊർജ്ജം വേണം, അല്ലെ? ആ ഊർജ്ജം, അങ്ങനെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കാൻ നമ്മൾ ഭക്ഷണം കഴിച്ചേ തീരും. വേറെന്തിനാണ് ഭക്ഷണം നമുക്ക് ആവശ്യമായിട്ടുള്ളത്? ഭക്ഷണം നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. ഇപ്പൊ രക്തം എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചേരാറുണ്ട്, അല്ലെ? ആ രക്തം കറക്റ്റായിട്ട് ഊറി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം തീർച്ചയായിട്ടും വരണം, വേണ്ടേ? ഇരുമ്പിന്റെ അംശം വേണം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് നടക്കണം, നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് നടക്കണം, മെറ്റബോളിക് ആക്ടിവിറ്റീസ്, ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ആ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള പോഷകങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാലേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പൊ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്ക്, പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടി, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നുമില്ല, കുട്ടികളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചിരിക്കുകയാണ്, നമ്മൾ ഒരു ദിവസം എത്ര ഭക്ഷണം കഴിക്കാറുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു കുട്ടി രാവിലെയും ഉച്ചയ്ക്ക് ഒരു കുട്ടി കഴിക്കുന്ന ആഹാരം, എന്തൊക്കെ ആഹാരങ്ങളാണ് ഒരു കുട്ടി കഴിക്കുന്നത്, അതിന്റെ ഒരു എവിടെ നിന്നാണ് അത് കിട്ടിയത്, എന്തൊക്കെ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്കത് ആവശ്യമില്ല. അവരുടെ അടുത്ത ഒരു സർവേ പോലെ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. PSCക്ക് നമുക്കത് ആവശ്യമില്ല. അതുകൊണ്ട് നെക്സ്റ്റിലോട്ട് പോവാണ്. ഓരോ ഭക്ഷണ വിഭവവും തയ്യാറാക്കുന്നതിന് വ്യത്യസ്ത വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. അറിയാലോ, നമുക്കത് അറിയുന്നതാണ്. ഓരോന്നും ഉണ്ടാക്കാൻ ഓരോരോ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. അവ ലഭിക്കുന്നത് വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നാണ്, അല്ലെ? എല്ലാം കിട്ടുന്ന പല പല സ്ഥലത്തു നിന്നാണല്ലോ കിട്ടുന്നത്. പാല് കിട്ടുന്നിടത്തു നിന്നാണോ നമുക്ക് പച്ചക്കറി കിട്ടുന്നത്? അല്ല. അവിടെ നിന്നാണോ മത്സ്യവും മാംസവും കിട്ടുന്നത്? അല്ല. അപ്പൊ അങ്ങനെ ഓരോന്നും കിട്ടുന്ന ഓരോ സ്ഥലത്തു നിന്നാണ്. ഓക്കെ, ഇതിപ്പം വളരെ ചെറിയൊരു ക്ലാസ് ആയതുകൊണ്ട് ഇത്ര ഇൻട്രോ വരുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരം പോഷകപ്രദവും സുരക്ഷിതവും ആകണം. നന്നായിട്ട് പോഷകങ്ങൾ നിറഞ്ഞതും ആവണം, സുരക്ഷിതമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡും ആകണം. ഇതിനായിട്ട്
വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരം, അവ പാചകം ചെയ്യുന്ന രീതി തുടങ്ങിയവ ശ്രദ്ധിക്കേണ്ടതാണ്. ആണല്ലോ, നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വസ്തുക്കളാണോ നമ്മൾ ഉപയോഗിച്ചത്, അത് പാചകം ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള രീതിയിലാണോ? ഇപ്പൊ നമ്മൾ മീറ്റൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യാതെ മാംസം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ. നന്നായിട്ട് വേവിക്കാത്ത ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിൽപ്പെട്ട അസുഖങ്ങൾ വരാനും അതുപോലെ ഭക്ഷ്യ വിഷബാധ പോലത്തെ കാര്യങ്ങൾ വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം ക്വാളിറ്റി ആയിട്ടുള്ള സാധനം തിരഞ്ഞെടുക്കുന്നതിൽ മാത്രമല്ല, അത് പാചകം ചെയ്യുന്ന രീതിയും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഡയറ്റീഷ്യൻ പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സമീകൃത ആഹാരത്തിന്റെ അഭാവവും തെറ്റായ ഭക്ഷണശീലങ്ങളുമാണ് നമ്മുടെ മിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം. എന്താണ് സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ? സമീകൃത ആഹാരം ഇപ്പൊ നമുക്ക് ഈ കുറച്ചെങ്കിലും മുതിർന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും അല്ലെ, എന്താണ് നമ്മുടെ ഭക്ഷണത്തിൽ ഇത്ര അളവ് കാർബോഹൈഡ്രേറ്റ്, ഇത്ര അളവ് പ്രോട്ടീൻ, അല്ലെങ്കിൽ ഇത്ര അളവ് ഫാറ്റ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം. അപ്പം ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ള ഈ പോഷകങ്ങളുണ്ടല്ലോ, ആ പോഷകങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടുള്ള അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തിനെയാണ് നമ്മൾ സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സമീകൃത ആഹാരം എന്ന് പറയും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൃത്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം. ഇന്ന് നമുക്ക് സമീകൃത ആഹാരത്തിന്റെ ഒരു അഭാവമുണ്ട്. നമുക്ക് കിട്ടുന്ന, ഇപ്പൊ നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചിലപ്പോൾ അങ്ങനെയായിരിക്കും കഴിക്കുന്നത് അല്ലെ, ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കില്ല നമ്മൾ കഴിക്കുന്നത്. ആ സമീകൃത ആഹാരത്തിന്റെ അഭാവം, അതിന്റെ കുറവും തെറ്റായ ഭക്ഷണശീലങ്ങളുമാണ് നമ്മുടെ മിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം. തെറ്റായ ഭക്ഷണശീലങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ രാത്രി അമിതമായിട്ട് ഫുഡ് കഴിക്കരുത്, അതൊരു തെറ്റായ ശീലമാണ് അല്ലെ. ഫുഡ് കഴിച്ച ഉടനെ കിടന്ന് ഉറങ്ങരുത്, അതൊരു തെറ്റായ ശീലമാണ്. പക്ഷെ നമ്മുടെ ജോലി തിരക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും പലപ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇനി രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എത്രയോ ആൾക്കാർ, ജോലിക്ക് പോകുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു തിരക്കിന്റെ ഇടയിൽ പോകുന്നത്. അപ്പൊ അതുപോലെ തെറ്റായിട്ടുള്ള ഭക്ഷണ ശീലങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തിനെ ദോഷമായിട്ട് ബാധിക്കുന്നതാണ് പറയുന്നത്. ഭക്ഷ്യ വിഭവങ്ങളുടെ തിരഞ്ഞെടുപ്പ് മുതൽ ഭക്ഷിക്കുന്നത് വരെ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ആഹാരം ആരോഗ്യകരമാകൂ. ആ കഴിക്കുന്ന ആഹാരം തിരഞ്ഞെടുക്കുന്നത് തൊട്ട് നമ്മൾ കഴിക്കുന്നത് വരെയുള്ള സമയം, അതിന്റെ പാചകം ചെയ്യൽ, അത് സൂക്ഷിച്ചു വെക്കൽ, അങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ആഹാരം ആരോഗ്യകരമാകുള്ളൂ എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട എന്ന് വിചാരിക്കരുത്, ഇതൊക്കെ വെറുതെ വായിച്ചു പോകേണ്ട കാര്യങ്ങളല്ലേ എന്ന് ചിന്തിക്കരുത്. കാരണം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് തന്നെ, പിന്നെ ബയോളജിയുടെ ഭാഗത്ത് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ സെന്റൻസുകളെല്ലാം തീർച്ചയായിട്ടും വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഓരോന്നും ഞാൻ വായിച്ചു തരുന്നത് കേട്ടോ. ഇന്ന് നോക്കിക്കോളൂ. സുരക്ഷിതമായ ഭക്ഷണം ലഭിക്കാൻ ഭക്ഷ്യവസ്തുക്കളുടെ തെരഞ്ഞെടുപ്പ് മുതൽ ഭക്ഷിക്കുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇത് ഓരോന്നും പഠിക്കണം, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. ഒന്ന്, ഭക്ഷ്യവസ്തുക്കളുടെ തെരഞ്ഞെടുപ്പ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നല്ല ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കണം അല്ലെ. ഇപ്പം നമ്മളൊരു പച്ചക്കറി മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നല്ല സാധനങ്ങൾ നോക്കി വാങ്ങണമല്ലോ നമ്മൾ. അല്ലെങ്കിൽ കേടായതും പഴകിയതുമായിട്ടുള്ള പച്ചക്കറികൾ വാങ്ങാൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഫസ്റ്റ് നോക്കാനുള്ളത്. കൃത്യമായിട്ട് നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുക, അതൊന്നാമത്തത്. ഇനി 2, വൃത്തിയാക്കലാണ്. നമ്മൾ കുറെ മീറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ മത്സ്യം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു, പച്ചക്കറി തന്നെ വാങ്ങിക്കൊണ്ട് വന്നു, അത് ശരിയായ രീതിയിൽ വൃത്തിയാക്കാതെയാണ് നമ്മൾ പാചകം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖം വരാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ 2ാമത്തെ സ്റ്റെപ്പ് എന്താണ്? വൃത്തിയാക്കലാണ്. അത് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുക. 3ാമത്തേത് ശ്രദ്ധാപൂർവമായ പാചകം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് കുക്ക് ചെയ്ത് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യാതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ശ്രദ്ധാപൂർവ്വം നമ്മൾ പാചകം ചെയ്യണം. കൃത്യമായിട്ടുള്ള പാചകം ആവശ്യമാണ്. പാചകം ചെയ്തവ സൂക്ഷിക്കൽ. ഇപ്പൊ ചില ആൾക്കാരൊക്കെ തിരക്കൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസത്തേക്കോ 4 ദിവസത്തേക്കോ ഒക്കെ ഉള്ള ആഹാരം ഒരുമിച്ച്, അധികം പെട്ടെന്ന് കേടായി പോകാത്ത സാധനങ്ങളാണെങ്കിലും ഒരുമിച്ച് കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത്, നമ്മൾ കൃത്യമായിട്ടുള്ള മുൻകരുതൽ ഒന്നും എടുക്കാതെ തോന്നിയ പോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കേടായി പോവില്ലേ? കേടായി പോകും. കുറെ ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കും എന്നുള്ള സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിന്റെ താഴേക്ക് വെക്കുന്നതിനേക്കാൾ നമ്മൾ ഫ്രീസറിലേക്ക് വെക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്തൊരു സാധനമാണെങ്കിലും പാകം ചെയ്ത സാധനങ്ങളെ സൂക്ഷിച്ചു വെക്കുക. സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു രീതിയൊക്കെ അവലംബിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിന് കേടുവരാൻ സാധ്യതയുണ്ട്. ഇനി സുരക്ഷിതമായ വിളമ്പൽ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന സമയത്ത് തുറന്നിട്ട ഭക്ഷണം നമ്മൾ എടുത്ത് കഴിക്കാൻ പാടുണ്ടോ? നമ്മൾ തുറന്നു വെച്ചു, രാത്രി മുഴുവൻ നമ്മൾ തുറന്നു വെച്ചിട്ട് ആ ഭക്ഷണം പിറ്റേന്ന് വന്ന് എടുത്ത് കഴിക്കാൻ പാടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ നമ്മൾ അടച്ചു വെക്കാത്ത വെള്ളം,
കുടിച്ചാലും എന്തെങ്കിലുമൊക്കെ ജീവികൾ അതിനകത്ത് വരാനും അസുഖങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് സ്റ്റോർ ചെയ്താലും പോരാ, അത് സുരക്ഷിതമായിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് അല്ലെ. നമ്മളിതൊക്കെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ലല്ലേ. നമ്മളിത് ചെയ്യാറുണ്ട്, പക്ഷെ ഇങ്ങനത്തെ സ്റ്റെപ്പ് ആലോചിക്കുമ്പോൾ എത്ര സ്റ്റെപ്പാ വരുന്നത്. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യമായിരിക്കും, പക്ഷെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. സുരക്ഷിതമായ വിളമ്പൽ, പിന്നെ ഭക്ഷണം കഴിക്കൽ. ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എടുത്ത് വിഴുങ്ങാൻ പാടുണ്ടോ ഭക്ഷണത്തിന് അപ്പടിയായിട്ട്? അങ്ങനെ വിഴുങ്ങി കഴിഞ്ഞാൽ നമുക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് നമ്മൾ ചവച്ചരച്ചല്ല കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ദഹനത്തിന് പ്രശ്നം വരും. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇത്രയും സ്റ്റെപ്പുകൾ, ഒരു 6 സ്റ്റെപ്പുകൾ ഉള്ള ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം ഉണ്ട്. ഇതിൽ നമുക്കിനി ഓരോന്നായിട്ട് പഠിക്കാനായിട്ടുണ്ട്. അതിൽ ആദ്യം എന്താണ്, ഭക്ഷ്യവസ്തുക്കളുടെ തെരഞ്ഞെടുക്കലാണ്. നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്നത്. പാകം ചെയ്ത ഭക്ഷണ വിഭവങ്ങളും പാചകം ചെയ്യാനുള്ള ഭക്ഷ്യവസ്തുക്കളും നാം കടകൾ, ഹോട്ടലുകൾ, മാർക്കറ്റുകൾ എന്നിവയിൽ നിന്നാണല്ലോ വാങ്ങുന്നത്. ഇവയെ ഓരോന്നും തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അവയുടെ ഗുണനിലവാരം ശ്രദ്ധിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മത്സ്യം തിരഞ്ഞെടുക്കുന്ന സമയത്ത് മത്സ്യമൊക്കെ നന്നായിട്ട് നോക്കി വാങ്ങണം അല്ലെ. നോക്കി വാങ്ങിയില്ലെങ്കിൽ ചീഞ്ഞ മത്സ്യമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അഴുകാത്ത മത്സ്യവും അഴുകിയ മത്സ്യവും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പൊ ഇതാണ് പറയുന്നത്, ഭക്ഷ്യവസ്തുക്കളുടെ തെരഞ്ഞെടുക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ വാങ്ങാൻ പോകുന്നത് ആ സാധനം നല്ലതാണോ എന്ന് നോക്കി വാങ്ങണം നമ്മൾ ഫസ്റ്റ്. അപ്പൊ ഇവിടെ കുറെ അത് എങ്ങനെ തിരിച്ചറിയാന്നുള്ളൊരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനില്ല. പക്ഷേ ഈ പഠിക്കാനുള്ള കാര്യങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. നമുക്കൊന്ന് വായിച്ചു നോക്കാം. സിമ്പിളാണ്. തിരഞ്ഞെടുക്കേണ്ട എന്താണ്, വിരല് കൊണ്ട് അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഭാഗം പൂർവ്വസ്ഥിതിയിലാകുന്നത്. നമ്മളൊരു മത്സ്യത്തിന് വിരൽ കൊണ്ട് അമർത്തുന്ന സമയത്ത് അവിടെ കുഴിഞ്ഞു പോയിട്ട് നമ്മൾ വിരലെടുക്കുമ്പോൾ തിരിച്ചത് പഴയതുപോലെ വരണം. അങ്ങനെ അമർന്നങ്ങ് പോകരുത് അല്ലെ. അങ്ങനെയുള്ള മത്സ്യം നല്ല മത്സ്യമായിരിക്കും. അടുത്ത്, പുറംതൊലിയിൽ ചെറിയ തോതിൽ ഈർപ്പമുള്ളതും തിളക്കമുള്ളതും. ഫ്രഷ് ആയിട്ടുള്ള മീനാണെങ്കിൽ എങ്ങനെ ഇരിക്കും, ചെറിയ തോതിൽ ഒരു ഈർപ്പവും അതുപോലെ നല്ല ഒരു ഷൈനിങ് അപ്പിയറൻസ് ഉണ്ടായിരിക്കും, തിളക്കമുള്ളതായിരിക്കും. ചെകിളപ്പൂക്കൾ തിളങ്ങുന്നതും പിങ്ക് നിറമുള്ളതും. അതിന്റെ ചെകിളപ്പൂക്കൾ അറിയാലോ, ആ ചെകിളപ്പൂക്കൾ തിളങ്ങുന്നതും അതുപോലെ തന്നെ ഒരു ഇളം പിങ്ക് കളർ പോലെ ഉള്ളതും ആയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. കണ്ണുകൾ യഥാസ്ഥാനത്തുള്ളതും സ്വാഭാവിക നിറമുള്ളതും. ഏറ്റവും കൂടുതൽ മത്സ്യം വാങ്ങിക്കാൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, കണ്ണ് നോക്കും അല്ലെ. കണ്ണ് നല്ല കറക്റ്റ് ആയിട്ട് കുഴിഞ്ഞൊന്നും ഇരിക്കാതെ കണ്ണ് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രഷ് ആയിരിക്കാം. ദുർഗന്ധമില്ലാത്തത്, നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് നോക്കാൻ പറ്റുന്നതാണ്. ഒരു വല്ലാത്ത സ്മെല്ല്, ഒരു ബാഡ് സ്മെല്ല് ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്സ്യം നമുക്ക് തിരഞ്ഞെടുക്കാം. അഴുകാത്തതായിരിക്കും. അഴുകിയ മത്സ്യം എങ്ങനെയായിരിക്കും, വിരല് കൊണ്ട് അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഭാഗം പൂർവ്വസ്ഥിതിയിലാകാത്തത്. അമർത്തിക്കഴിഞ്ഞാൽ അമർന്ന് തന്നെ ഇരിക്കും, തിരിച്ച് പഴയ പോലെ ആവുന്നില്ല. മാംസം അസ്ഥിയിൽ നിന്ന് വിട്ടുപോകുന്നത്, അതായത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ പറഞ്ഞു പോരുവാണെന്നുണ്ടെങ്കിൽ, അസ്ഥിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അത് കേടായ മത്സ്യമായിരിക്കും. ചാരനിറമോ നേർത്ത പച്ച നിറമോ ആയ ചെകിളപ്പൂക്കൾ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നതെന്ന് തോന്നും. അങ്ങനെയല്ല, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. പൊതുജനാരോഗ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കണം. ചാരനിറമോ നേർത്ത പച്ച നിറമോ ആയിട്ടുള്ള ചെകിളപ്പൂക്കളുള്ള മത്സ്യം കേടായതാണ്, അത് വാങ്ങാൻ പാടില്ല. കുഴിഞ്ഞ കണ്ണുകളുള്ളത്, കണ്ണുകൾ നന്നായിട്ട് കുഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് പഴയ മത്സ്യമായിരിക്കും, കുറച്ച് പഴക്കമുള്ളതായിരിക്കും, അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ദുർഗന്ധമുള്ളതാണെങ്കിലും അതെന്ത് ചെയ്യുക, അത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ തെരഞ്ഞെടുക്കൽ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ മത്സ്യമാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ശരി, ഇനി അടുത്ത് പാലും പാലുൽപ്പന്നങ്ങളും എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. പാലും പാലുൽപ്പന്നങ്ങളും. പാലുൽപ്പന്നം എന്ന് പറയുമ്പോൾ തൈരാകാം, അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ മിൽക്ക്, പിന്നെന്താണ് ചീസ്, പനീർ, അങ്ങനത്തെ സാധനങ്ങൾ. അങ്ങനെ പാലും പാലുൽപ്പന്നങ്ങളും ഒക്കെ നമ്മൾ വാങ്ങുന്ന വെണ്ണയൊക്കെ വരും. ഓക്കെ, പാലും പാലുൽപ്പന്നങ്ങളും വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, പാലിപ്പോൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? പാല് നമുക്ക് പാക്കറ്റിലുള്ള പാല് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൊസൈറ്റികൾ വഴി അല്ലെങ്കിൽ വീടുകൾ വഴി എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ അല്ലാത്ത പാലും നമ്മൾ വാങ്ങിക്കാറുണ്ട് അല്ലേ. ശരി, നമുക്ക് നോക്കാം. അപ്പോൾ പാലും പാലുൽപ്പന്നങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ളതിന് ടിക്ക് മാർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ വളരെ എളുപ്പമാണ്. അതിനകത്തുനിന്ന് ശരിയും തെറ്റും അങ്ങ് എടുത്താൽ മതി ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക്. കവറിൽ ലോഗോ ഉള്ള പാല് തിരഞ്ഞെടുക്കേണ്ടതാണോ, നല്ലതാണോ? അത് കവറിൽ നല്ല കറക്റ്റ് ലോഗോയൊക്കെ കൊടുത്ത് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള പാലാണെങ്കിൽ നമുക്ക് വാങ്ങാം അല്ലേ, നമുക്ക് വാങ്ങാം. നിറം മാറ്റമുള്ള പാല് വാങ്ങാൻ പാടുണ്ടോ? നിറം മാറ്റമുള്ള പാല് വാങ്ങാൻ പാടില്ല. നിറം മാറ്റമുള്ള പാല് വാങ്ങാൻ പാടില്ല. പാക്ക് ചെയ്യാത്ത പാലും പാലുൽപ്പന്നങ്ങളും. പാക്ക് ചെയ്യാത്ത പാല് കടയിൽ ഇരിക്കുകയാണ്, ആ പാൽ എപ്പോഴാണ് കൊണ്ടുവന്ന് വെച്ചത് നമുക്ക് അറിയാൻ പറ്റില്ല. ശരിയല്ലേ, നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ എപ്പോഴാണ് കൊണ്ടുവന്ന് വെച്ചതെന്നുള്ളത്.
കടക്കാരൻ പറയുന്നത് ഇപ്പൊ വെച്ചതേ ഉള്ളൂ, പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അത് ഇല്ല അല്ലേ? പാക്ക് ചെയ്യാതെ പാലുൽപ്പന്നങ്ങളും നമുക്ക് വാങ്ങാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് അത്രയും പരിചയമുള്ള, നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്നു, അപ്പം പാല് കറന്നു കൊണ്ടുവന്നിട്ടേ ഉള്ളൂ നമുക്ക് തരുന്നു, ആ രീതിയിൽ നമുക്ക് വാങ്ങാം. അതല്ലാതെ നമ്മൾ വെറുതെ ഒരു കടയിൽ ചെന്നിട്ട് അവിടെ കുറച്ച് പാൽ ഇരിപ്പുണ്ട്, നമുക്കത് വാങ്ങിക്കൊണ്ട് വരാനായിട്ട് പറ്റില്ല. പാക്ക് ചെയ്ത തീയതിയും കാലാവധിയും കവറിൽ അടയാളപ്പെടുത്തിയത്, അല്ലെ, എക്സ്പയറി ഡേറ്റ് ഒക്കെ കൊടുത്തിരിക്കും, അല്ലെങ്കിൽ അത് എപ്പോഴാണ് പാക്ക് ചെയ്തത് എന്നുള്ളൊരു ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കും. അങ്ങനെ കൊടുത്തിട്ടുള്ള പാലാണ്, കവർ പാലാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. ലഭ്യമാകുന്ന സ്രോതസ്സിന്റെ ഗുണനിലവാരം, ആ പാല് കിട്ടുന്ന സ്രോതസ് അത് എവിടെ നിന്നാണോ ഉണ്ടാവുന്നത് അതിന്റെ ഒരു ക്വാളിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വാങ്ങാം. ചീസ്, പനീർ എന്നിവ പാക്ക് ചെയ്തതും സീലുള്ളതും. പനീറൊക്കെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേടായി പോകും, അല്ലെ, ചീസൊക്കെ ആണെങ്കിലും. അപ്പോൾ അത് പാക്ക് ചെയ്തതായിരിക്കണം. അതുപോലെ സീലുള്ളത്, അതിന്റെ എക്സ്പയറി ഡേറ്റ് ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ വാങ്ങാനായിട്ട്. അപ്പോൾ പാലുൽപ്പന്നങ്ങളും ഒക്കെ വാങ്ങിക്കുമ്പം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഒന്നുമില്ലെങ്കിലും എന്തൊരു സാധനം വാങ്ങുമ്പോഴും നമ്മൾ കോമൺ ആയിട്ട് നോക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും, അതിന്റെ ഡേറ്റ് ആയിരിക്കും, അല്ലെ, എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അത് നോക്കാതെ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കി തന്നെ വാങ്ങണം. എക്സ്പയറി ഡേറ്റ് നമ്മൾ നോക്കി തന്നെ കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, അത് എന്ത് സാധനമാണെങ്കിലും. ഓക്കെ, ഇനി പഴങ്ങളും പച്ചക്കറികളും നമ്മൾ വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ നോർമലായിട്ട് ചിന്തിച്ചാൽ മതി. പഴങ്ങളും പച്ചക്കറികളും പുറന്തോട് കേടില്ലാത്തത്, പുറന്തോടിൽ വേറെ കുത്തോ കാര്യങ്ങളോ കേടോ ഒന്നും ഇല്ല, നല്ലതാണെങ്കിൽ നമുക്ക് വാങ്ങാം. പുറന്തോട് കേടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ചുക്കി ചുളിയാത്തത്, ചുക്കി ചുളിഞ്ഞ് വാടി പോയ സാധനം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചുക്കി ചുളിഞ്ഞ് വാടി പോകാത്ത നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഷേപ്പുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങണം. ചുക്കി ചുളിഞ്ഞത് വാങ്ങാൻ പാടില്ല. കീടബാധ ഇല്ലാത്തത്, അല്ലെ, പഴങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്താണെങ്കിലും കീടബാധ ഇല്ലാതെ നന്നായിട്ടിരിക്കുന്ന പഴങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അധികം കീടനാശിനികളൊന്നും അടിക്കാതെ നമുക്ക് ജൈവമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വാങ്ങാൻ പറ്റും. ഓക്കെ, അതൊക്കെയാണ് പഴങ്ങളും പച്ചക്കറികളിലും ശ്രദ്ധിക്കേണ്ടത്. ഇനി പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ, മത്സ്യം പാക്ക് ചെയ്തിട്ടല്ല നമുക്ക് കിട്ടുന്നത്, പാലാണെങ്കിലും പാക്ക് ചെയ്തതും പാക്ക് ചെയ്യാത്തതും ഉണ്ട്. പഴങ്ങളും പച്ചക്കറികളും ആകുമ്പോഴും പാക്ക് ചെയ്തിട്ടല്ല വരുന്നത്, നമ്മൾ അല്ലാതെ പോയി വാങ്ങുന്നതാണ്. ഇനി പാക്ക് ചെയ്ത് വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മുടെ ഗ്രോസറി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ സാധനങ്ങൾ, ബാക്കിയുള്ള അല്ലാത്ത ഐറ്റംസ്, ബിസ്ക്കറ്റ്, നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പാക്ക് ചെയ്ത ഭക്ഷണ വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ? ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇതൊരു PSCയുടെ ഒരു ക്ലാസ് ആയിട്ട് പോലും തോന്നില്ല, അല്ലേ? എന്തോ നമ്മുടെ അവയർനെസ് കൊടുക്കുന്ന പോലത്തെ ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ. അങ്ങനെ തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ. ഇതിൽ കുറെ കാര്യങ്ങൾ അവയർനെസ് പോലെ പോകുന്ന ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ നമുക്ക് ചോദിക്കാൻ അത്യാവശ്യം നല്ല പോയിന്റുകൾ അതിനകത്ത് ഉണ്ട് താനും. അപ്പൊ നമുക്ക് നോക്കാം. ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ചിപ്സ്, പാനീയങ്ങൾ തുടങ്ങി നിരവധി ഭക്ഷ്യവസ്തുക്കൾ ഇന്ന് പാക്കറ്റുകളിൽ ലഭ്യമാണ്, അല്ലെ? അപ്പൊ ഇത്തരം പാക്കറ്റുകളിൽ ആ ഉൽപ്പന്നമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇവിടെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു പാക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം വരുമ്പോൾ അതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ വേണം എന്നുള്ളതാണ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഒന്ന്, ഭക്ഷ്യവസ്തുവിന്റെ പേര്, അതെന്താണ് സാധനം എന്ന് എഴുതിയിരിക്കണമല്ലോ, വേണമല്ലോ, എങ്കിലല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചേരുവകളുടെ പട്ടിക, അല്ലെ, ഇൻഗ്രീഡിയൻസ്, അതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ബിസ്ക്കറ്റ് ആണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഞെട്ടി പോവാറുണ്ട്. എന്താണ് കാരണം? ഇപ്പൊ നമുക്ക് ഈ ടൊമാറ്റോ സോസ് ഒക്കെ നമ്മൾ വാങ്ങില്ലേ, ഈ ടൊമാറ്റോ സോസ് ഒക്കെ വാങ്ങുമ്പോൾ അതിന്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എമൾസിഫയേഴ്സ്, അതുപോലെ തിക്കനിങ് ഏജൻസ്, അത് നന്നായിട്ട് കൊഴുത്താണ് ഇരിക്കുന്നത്. നമ്മൾ വീട്ടിലൊക്കെ ടൊമാറ്റോ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത്രയും കട്ടി കിട്ടുമോ? നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ടൊമാറ്റോ സോസിന്റെ അത്രയും കട്ടി കിട്ടുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ അത് അത്രയും കൊഴുത്ത് വരാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് പലതരത്തിലുള്ള രാസവസ്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, ചേർക്കുന്നുണ്ട്. അപ്പോൾ ചേരുവകളുടെ പട്ടിക നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും ഒരുവിധം അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇൻഗ്രീഡിയൻസ് വേണം. പോഷക ഘടകങ്ങൾ സംബന്ധിച്ച വിവരം, അതായത് ഇങ്ങനെ കണ്ടിട്ടില്ലേ, ന്യൂട്രീഷണൽ ഫാക്ട്സ് കണ്ടിട്ടില്ലേ? ഒരു 100 ഗ്രാമിൽ ഇത്രയും ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്, ഇത്രയും പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഇത്രയും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കൊടുത്തിരിക്കും. പോഷക ഘടകങ്ങളെ സംബന്ധിച്ച വിവരം കൊടുത്തിരിക്കും. കലോറിക മൂല്യം, അതായത് എത്ര എനർജിയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. കലോറിക മൂല്യം എന്ന് പറഞ്ഞാൽ നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് എത്ര എനർജിയാണ് കിട്ടുന്നത്, കിലോ കലോറീസിലൊക്കെ അത് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇതിനകത്ത് ഇത്ര കിലോ കലോറി അടങ്ങിയിട്ടുണ്ട്, എനർജി അടങ്ങിയിട്ടുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ അടയാളങ്ങൾ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമായിരിക്കും. ഓക്കെ, ഇതിലിപ്പോ കാണുന്നില്ല. നമുക്കൊരു പച്ച നിറത്തിലുള്ള ബോക്സിൽ ഇങ്ങനെ ഒരു റൗണ്ട് കണ്ടിട്ടില്ലേ, പച്ച കളറിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെജിറ്റേറിയന്റെ സിമ്പൽ ആണ്. ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എഗ് ഒക്കെ ചേർന്നിട്ടുണ്ട് എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പൊ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ സിമ്പിൾസ് കൊടുക്കണം. വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിന്റെ സിമ്പിൾ കൊടുക്കണം, നോൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സിമ്പിൾ കൊടുക്കണം. അളവും തൂക്കവും,
എത്രയാണ്, അതിനകത്തുള്ള അളവ് എത്രയാണ്, അതിന്റെ തൂക്കം, അതിന്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത് തീർച്ചയായിട്ടും കൊടുക്കണം. പിന്നെ നിർമ്മിച്ച തീയതി, കാലാവധി കഴിയുന്ന തീയതി, എന്നാണ് ഇത് നിർമ്മിച്ചത്, ഉൽപ്പാദിപ്പിച്ച എന്നാണ്, മാനുഫാക്ചറിങ് ഡേറ്റും വേണം. അതുപോലെ കാലാവധി കഴിയുന്ന എക്സ്പയറി ഡേറ്റും അതിനകത്ത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഉൽപ്പാദിപ്പിച്ച സ്ഥലവും നിർമ്മാതാവിന്റെ വിലാസവും, മാനുഫാക്ചർ ചെയ്ത സ്ഥലം എവിടെയാണ്, അദ്ദേഹത്തിന്റെ അഡ്രസ്സ്, ആ മാനുഫാക്ചർ ചെയ്ത കമ്പനി ആണെങ്കിൽ അതിന്റെ അഡ്രസ്സ് എന്താണ്. ഉപയോഗിച്ച പ്രിസർവേറ്റീവുകൾ തീർച്ചയായിട്ടും വേണം അല്ലേ. ഇപ്പൊ നമുക്ക് നമ്മുടെ പാക്ഡ് ഫുഡ് ഐറ്റംസ് ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനകത്ത് പ്രിസർവേറ്റീവ് ചേർക്കും. അതായത് വേറെ ദോഷം, അത് കേടായി പോവാതിരിക്കാനുള്ള വസ്തുക്കൾ ചേർക്കും, പ്രിസർവേറ്റീവ്സ് ചേർക്കാറുണ്ട്. അതെന്തൊക്കെയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് തിരിച്ച് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ നോക്കാം അല്ലെ, ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കുമ്പം ക്ലാസ് 2 പ്രിസർവേറ്റീവ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇന്ന സാധനങ്ങൾ പ്രിസർവേറ്റീവ് ആയിട്ട് ചേർത്തിട്ടുണ്ട്, ബെൻസോയിക് ആസിഡ് പോലത്തെ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് എന്നതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് നോക്കി നമുക്ക് മനസ്സിലാക്കാം പ്രിസർവേറ്റീവ് എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്നുള്ളത്. നിറം കൊടുക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നിറം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉണ്ടാകുന്നത് അല്ലെ. കുറെ നമ്മുടെ ശരീരത്തിന് വളരെ മോശമായിട്ട് ബാധിക്കുന്ന പലതരത്തിലുള്ള സാധനങ്ങളും നിറം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ലൈസൻസ് നമ്പരും FSSAI ലോഗോയും. FSSAI എന്താണ്, ഫുഡ് ആൻഡ് സേഫ്റ്റിന്ന് കൊടുക്കുന്ന ഒരു ലോഗോയാണ് അല്ലെ FSSAI എന്ന് പറയുന്നത്. ആ FSSAIയും അതുപോലെ ലൈസൻസ്, അവർക്ക് ലൈസൻസ് ഉണ്ടോ, ആ കമ്പനിക്ക് ലൈസൻസ് ഉണ്ടോ എന്നുള്ളൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. പിന്നെ ഉപയോഗിക്കേണ്ട രീതി അല്ലെ, ഒരു ഫുഡ് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നു, അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതിന്റെ ഇൻസ്ട്രക്ഷൻസ് തീർച്ചയായിട്ടും അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാത്തിലും അല്ല, അങ്ങനെ ആവശ്യമുള്ളത് ഉപയോഗിക്കേണ്ട രീതി മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ അതും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പാക്ഡ് ഫുഡ് ഐറ്റത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലായി. അപ്പൊ പാക്കറ്റിലുള്ള ഭക്ഷ്യ വിഭവങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോഴും നമ്മൾ ആ ഒരു ഭക്ഷണ വസ്തുക്കളുടെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണ്. ആ തെരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലായി. പിന്നെ നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും, മായമാണല്ലേ. സർവം മായ എന്ന് പറയുന്ന നമ്മുടെ സിനിമ ഉള്ളതുപോലെ സർവം മായയാണ്, ഫുള്ള് മായയാണ്. എല്ലാം മായം ചേർന്നിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും സാധനങ്ങളും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായം ചേർക്കാറുണ്ടോ? ചേർക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ അരിയൊക്കെ തന്നെ നമ്മൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അരിയാണ് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നതെങ്കിൽ പോലും ചിലപ്പോൾ അതിനകത്ത് ഈ കല്ലൊക്കെ കിട്ടാറുണ്ട് അല്ലേ. ആ കല്ല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ അരി തോറ്റുപോകും, അമ്മാതിരി വെള്ളാരം കല്ലാണ് കിട്ടുന്നത് അല്ലെ. അതിന്റെ അതേ കറക്റ്റ് ആ കളറൊക്കെയുള്ള നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള കല്ല് അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ശർക്കരയിലാണെങ്കിലും നമ്മുടെ ബാക്കിയുള്ള ഗ്രോസറീസിനകത്താണെങ്കിലും ഒക്കെ നമുക്ക് പലതരത്തിലുള്ള മായം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ മായം ചേർക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അതിലൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഈ കട്ടിങ്ങിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ഉണ്ട്, നമുക്ക് നോക്കണം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 3500 കിലോഗ്രാം മായം കലർന്ന ശർക്കര ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടികൂടി. തുണികൾക്ക് നിറം നൽകുന്ന സിന്തറ്റിക് ഡൈ ആയ റൊഡോമിൻ ബി. എന്താണ് റൊഡോമിൻ ബി? പഠിച്ചു വെക്കണേ. റൊഡോമിൻ ബി ശർക്കരയിൽ ചേർക്കുന്ന മായത്തിന്റെ പേരാണ് റൊഡോമിൻ ബി. അപ്പൊ എന്തിനാണത് ഉപയോഗിക്കുന്നത്? തുണിക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ അതെടുത്ത് ഫുഡിന് കൊടുക്കാവോ? ഒരിക്കലും പാടില്ല അല്ലേ, ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പൊ തുണികൾക്ക് നിറം നൽകുന്ന സിന്തറ്റിക് ഡൈ ആയ റൊഡോമിൻ ബി കലർത്തിയ ശർക്കരയാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തത്. റൊഡോമിൻ ബി ചെറിയ അളവിൽ പോലും ശരീരത്തിനുള്ളിൽ എത്തിയാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകും. കണ്ടോ, ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന ഒരു സാധനമാണ് റൊഡോമിൻ ബി. അത് ഈ ശർക്കരയ്ക്ക് നല്ല നിറമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുള്ള ദോഷം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് ഓർത്തു വെക്കണേ, റൊഡോമിൻ ബി ഓർത്തു വെക്കണം. ഇതുപോലെ പല ഭക്ഷ്യവസ്തുക്കളിലും മായം ചേർക്കുന്നത് നമുക്കറിയാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേയില എന്നിവയിലൊക്കെ അവയുമായി സാമ്യമുള്ള വസ്തുക്കളാണ് കലർത്തുന്നത് അല്ലെ. മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇപ്പോഴത്തെ മഞ്ഞൾപ്പൊടിയെ മഞ്ഞൾപ്പൊടി എന്ന് വിളിക്കാൻ പറ്റില്ല, മഞ്ഞപ്പൊടി എന്നേ വിളിക്കാൻ പറ്റുള്ളൂ അല്ലെ. മഞ്ഞപ്പൊടി, അതായത് മഞ്ഞ നിറത്തിലുള്ള പൊടിയാണ്. മഞ്ഞളാണോ എന്നുള്ളത് അറിയില്ല. എല്ലാത്തിനും മണം കിട്ടാൻ വേണ്ടിയിട്ട് എസൻസും കാര്യങ്ങളും അങ്ങനത്തെ മണക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ശരി, അപ്പൊ ഈ മായം ചേർക്കൽ എന്ന് പറയുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്താണ്? അഡൾട്ടറേഷൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? അഡൾട്ടറേഷൻ. മായം ചേർക്കലിന്റെ കറക്റ്റ് വാക്കാണ്, ഇംഗ്ലീഷിലെ വാക്കാണ് അഡൾട്ടറേഷൻ. നോക്കാം. ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ വസ്തുക്കൾ കലർത്തുന്നതാണ് മായം ചേർക്കൽ. അവയോട് സാദൃശ്യമുള്ള വസ്തുക്കൾ ചേർക്കണം, വേണ്ടേ? എങ്കിലല്ലേ മനസ്സിലാവാതിരിക്കുള്ളൂ. വില കുറഞ്ഞതും ഗുണനിലവാരം ഇല്ലാത്തതുമായിട്ടുള്ള വസ്തുക്കൾ കലർത്തുന്നതിനെയാണ് മായം ചേർക്കൽ എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൽ നിന്നും ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്ത ശേഷം വിൽക്കുന്നതും ഗുണനിലവാരം ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ അനധികൃതമായി നിറങ്ങൾ ചേർക്കുന്നതും മായം ചേർക്കൽ തന്നെയാണ്. അതായത്
ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റിയിട്ട് അതിനകത്ത് വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് അത് നല്ലതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വിൽക്കുന്നതും ഒക്കെ എന്ത് തന്നെയാണ്? മായം ചേർക്കല് തന്നെയാണ്. ഓക്കെ, മായം ചേർക്കല് തന്നെയാണ്. ശരി, ഇനി നമുക്ക് മായം പരിശോധിക്കാൻ ഒരു 2-3 കാര്യങ്ങൾ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളുടെ മായം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒന്ന് തേനിലെ മായമാണ്. തേനിൽ എങ്ങനെ മായം കണ്ടുപിടിക്കാം? ഓക്കെ, ഇവിടെ വെള്ളം, ശർക്കര ലായനി, പഞ്ചസാര ലായനി, കഞ്ഞിവെള്ളം, ഇങ്ങനെ 4 സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതായിരിക്കും തേനില് മായമായിട്ട് ചേർക്കാൻ പറ്റുന്ന ഒരു സാധനം? എന്തായിരിക്കും? കാണുമ്പോൾ തന്നെ അറിയാം ശർക്കര ലായനി ആയിരിക്കും. കാരണം നിറം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്താൽ നിറം സെയിം ആയിട്ട് കിട്ടില്ല, നിറം മങ്ങിപ്പോവും. അപ്പം അതിനോട് അടുപ്പിച്ച് സാദൃശ്യമുള്ള സാധനങ്ങളെ മായം ചേർക്കാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ തേനിലാണെന്നുണ്ടെങ്കിൽ ശർക്കര ലായനി മായമായിട്ട് ചേർക്കാം. അവിടെ ആരോഗ്യത്തിന് പ്രശ്നം വരുന്നില്ലെങ്കിൽ പോലും നമ്മുടെ പൈസ വേസ്റ്റ് ആയി പോവല്ലേ? തേനിന് എന്തോരം വിലയുണ്ട്. അപ്പൊ ആ തേനില് അതേ വില വാങ്ങിച്ചിട്ട് ശർക്കര ലായനി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണവും കിട്ടുന്നില്ല, നമ്മുടെ കാശും വെറുതെ പോവും. അപ്പൊ നമുക്ക് നോക്കാം. ശുദ്ധമായിട്ടുള്ള തേന് വളരെ വിലപിടിപ്പുള്ളതാണ് അല്ലേ? പഞ്ചസാരയുടെയോ ശർക്കരയുടെയോ ലായനി തേനിൽ ചേർക്കാറുണ്ട്. പഞ്ചസാരയുടെയോ ശർക്കരയുടെയോ ലായനി തേനിൽ ചേർക്കാറുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് മായം കണ്ടുപിടിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കോട്ടൺ തിരി തേനിൽ മുക്കി കത്തിക്കുക. കോട്ടണിന്റെ തിരി ഉണ്ടല്ലോ, അത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാത്ത തേനിൽ മുക്കിയിട്ട് കത്തിക്കുക. അത് നന്നായി കത്തുന്നുണ്ടെങ്കിൽ മായം ചേരാത്ത തേനാണ്, നന്നായിട്ട് കത്തുന്നുണ്ടെങ്കിൽ. എന്നാൽ കത്തിക്കുമ്പോൾ പൊട്ടലും ചീറ്റലും ഉണ്ടാകുകയാണെങ്കിൽ ആ തേൻ മായം ചേർന്നതാണ്. അതെങ്ങനെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നമ്മൾ പഞ്ചസാര ലായനി അല്ലെങ്കിൽ ശർക്കര ലായനിയാണ് അതിനകത്ത് മായമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇത് കത്തുന്ന സമയത്ത് ഈ പഞ്ചസാരയിലും ശർക്കരയിലും ഒക്കെ വെള്ളത്തിന്റെ അംശം ഉണ്ടല്ലോ, ആ വെള്ളത്തിന്റെ അംശം അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഈ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിട്ട് അത് കത്തുന്നത്. ഓക്കെ, അപ്പൊ തേനിൽ ചേർത്ത പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ലായനിയിലെ ജലാംശമാണ് തിരി കത്തുമ്പോൾ ഇങ്ങനെ പൊട്ടലും ചീറ്റലും ഉണ്ടാക്കുന്നത്. ക്ലിയർ ആയിട്ടല്ലോ, മനസ്സിലായല്ലോ? അപ്പൊ തേനിൽ മായം ചേർത്താൽ എങ്ങനെ കണ്ടുപിടിക്കാം? അതിന്റെ ഒരു മാർഗമാണ് കോട്ടൺ തിരി കത്തിക്കുക എന്നുള്ളത്. നന്നായിട്ട് കത്തിയാൽ ശുദ്ധമായ തേനാണ്. പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് മായം ചേർത്ത തേനാണ്. ഇനി അടുത്ത, ശുദ്ധമായ തേന് വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ നേരെ താഴേക്ക് പോകും. വെള്ളത്തിലേക്ക് ശുദ്ധമായ തേന് കുറച്ചിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും? അത് താഴോട്ട് പോകും. മായം ചേർത്ത തേനാണെങ്കിൽ ഉടനെ വെള്ളത്തിൽ ലയിക്കും. വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? അത് ലയിക്കും. അപ്പോൾ ഇങ്ങനെ ഈ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തേനിൽ മായം കലർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും. പ്രൈമറി പരിശോധനയാണ് ഇതെല്ലാം. അതല്ലാതെ വേറെന്തെങ്കിലും ഒക്കെ കാര്യമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രൈമറി ആയിട്ട്, പ്രാഥമികമായിട്ട് നമുക്കതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഈ മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ശരി. ഇനി അടുത്തത് വേറെ കുറച്ച് സാധനങ്ങൾ. മഞ്ഞൾ. ഇപ്പൊ ഈ നേരത്തെ കുറച്ച് നാൾക്ക് മുന്നേ വളരെ ട്രെൻഡിങ് ആയിട്ടിരുന്ന ഒരു സാധനമാണല്ലേ മഞ്ഞളില്. നമ്മുടെ ലൈറ്റിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇടുമ്പോ ഇങ്ങനെ നിറമൊക്കെ പോകുന്നത്, അതുപോലത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ ഒരു ഗ്ലാസ് ടംബ്ലറിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വിതറുക. ഗ്ലാസ് ടംബ്ലറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ വിതറുക. കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ നിറം താഴേക്ക് പടരും. അതിനകത്ത് കളർ മഞ്ഞ നിറം ചേർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ നിറം ഇങ്ങനെ താഴേക്ക് പടരും. അതല്ല നല്ല ഒറിജിനൽ മഞ്ഞൾപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നിറം ഇളകാതെ മഞ്ഞൾപ്പൊടി താഴേക്ക് അടിയും. നിറം അങ്ങനെ ഇതിലോട്ട് പടരാതെ ആ മഞ്ഞൾപ്പൊടി എന്ത് ചെയ്യും? അത് താഴേക്ക് വന്ന് അടിഞ്ഞ് കിടക്കും. അതാണ് മഞ്ഞളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഇനി അടുത്ത് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മൾ ഇതൊക്കെ കണ്ടിട്ടും ഒക്കെ ഉള്ളതായിരിക്കും, ചെയ്തിട്ടും ഒക്കെ ഉള്ളതായിരിക്കും. വെളിച്ചെണ്ണ എങ്ങനെയാണ് വെളിച്ചെണ്ണ നല്ലതാണെന്ന് തിരിച്ചറിയുന്നത്? ഫ്രീസറിൽ വെച്ചാൽ മതി അല്ലെ? അപ്പൊ 1/2 ഗ്ലാസ് വെളിച്ചെണ്ണ 30 മിനിറ്റ് ഫ്രീസറിൽ വെച്ച ശേഷം നിരീക്ഷിക്കാൻ പറയുന്നു. 1/2 ഗ്ലാസ് വെളിച്ചെണ്ണ എടുത്ത് ഒരു 1/2 മണിക്കൂർ ഫ്രീസറിനുള്ളിലേക്ക് വെക്കും. അങ്ങനെ വെച്ചാൽ എന്ത് സംഭവിക്കും? നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ മുഴുവനും കട്ടിയാവും, പൂർണ്ണമായിട്ടും കട്ടിയാവും. മറ്റേതെങ്കിലും എണ്ണകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് മുകളിൽ ദ്രാവക രൂപത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ 1/2 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും കട്ടിയാവുകയാണെങ്കിൽ അത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അതല്ല എന്തെങ്കിലും മായം ചേർന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അതിന്റെ മുകളിൽ ഒരു പാട പോലെ, ഒരു ലെയർ പോലെ അതിങ്ങനെ പൊങ്ങിക്കിടക്കും. അടുത്ത കായമാണ്. കായം നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന കായം. ഒരു കഷ്ണം കായം സ്പൂണിലെടുത്ത് കത്തിച്ചു നോക്കിയാൽ കർപ്പൂരം കത്തുന്നത് പോലെ നന്നായി കത്തുന്നില്ലെങ്കിൽ മായം ചേർത്തിട്ടുണ്ടെന്ന് അനുമാനിക്കാം. അപ്പൊ കുറച്ച് കായം സ്പൂണിലെടുത്ത് കത്തിച്ചു നോക്കുമ്പോൾ നന്നായിട്ട് കത്തണം. നന്നായിട്ട് കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് മായം ചേർന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? വായിക്കുവാണ്, നിങ്ങൾക്ക് വായിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഇതേപോലെ മായം ചേർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേറൊന്നും പറഞ്ഞിട്ടില്ല.
ഇനി നമ്മൾ ഭക്ഷ്യവിഭവങ്ങൾ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങളിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഭക്ഷ്യവിഭവങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായി. ഇനി അതിനെ എങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നത്. ഓക്കെ, പാചകം ചെയ്തതല്ല, അല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യമാണ് ഇനി അടുത്ത് പറയാനായിട്ടുള്ളത്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഒരുപാട് ലെങ്ത് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിൽ പഠിക്കാം. അപ്പൊ എല്ലാവരും വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കാണുന്ന നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഹൈപ്പ് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോഴാണ് മാക്സിമം ക്ലാസ്സുകൾ ഇടാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എല്ലാവരും വീഡിയോക്ക് ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക, കമന്റ്സ് ഒക്കെ ഇടുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ പാർട്ട് 2 നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.